ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയായ ഒരു ക്യാബേജ് തോരൻ തയ്യാറാക്കാം. സാധാരണയായി നമ്മൾ ക്യാബേജ് തോരൻ വീട്ടിൽ തയ്യാറാക്കാറുണ്ട്. പലരും പല രീതിയിലാണ് ക്യാബേജ് തോരൻ തയ്യാറാക്കുന്നത്. ഞാൻ ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള എന്നാൽ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ക്യാബേജ് തോരനാണ്. ഇതുപോലെ തയ്യാറാക്കി കൊടുത്താൽ മക്കളൊക്കെ വെജിറ്റബിൾസ് തിന്നാൻ ഇത്തിരി മടിയാണ്, പക്ഷേ അവരൊക്കെ വളരെ ഇഷ്ടത്തോടെ കഴിക്കും. ഇതുപോലെ ക്യാബേജ് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 4 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, തേങ്ങ ഒന്ന് ചെറുതായിട്ട് തിരുവണം, സവാള, മുട്ട, ഇത്രയുമാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ക്യാബേജ് തോരൻ തയ്യാറാക്കാം. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ടൊന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഒരു 3 വറ്റൽ മുളകും കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് സവാള ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. വലിയ സവാള ആണെങ്കിൽ ഒരു സവാള മതി. ഇത് ചെറുതായതുകൊണ്ട് ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്. നമ്മൾ ക്യാബേജ് തോരന് സവാള കുറച്ച് കൂടുതൽ ചേർത്താൽ അത്രയും ടേസ്റ്റിയാണ്. ഈ സവാള നമുക്കിനി ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് വഴന്നു വരുമ്പോൾ നമ്മളതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് ഇട്ട് കൊടുക്കാം. ക്യാബേജ് പൊടി പൊടിയായിട്ടാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. ക്യാബേജ് ഇതുപോലെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനൊപ്പം തന്നെ ഒരു 4 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പച്ചമുളക് കൂടി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കണം. അല്പനേരം കഴിഞ്ഞിട്ട് നമുക്ക് തിരികെ വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ ഒന്ന് ഇത് ക്യാബേജും സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴറ്റി ഒരല്പം കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ കൂടി ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കണം. ഇളക്കിയതിന് ശേഷം നമുക്കിത് ചെറിയ തീയിലൊന്ന് അടച്ച് വയ്ക്കണം. ചെറിയ തീയിലിരുന്ന് ഇതൊന്ന് നല്ലതുപോലെ ക്യാബേജും തേങ്ങയും എല്ലാം നല്ലതുപോലെ ഒന്ന് വേവണം. ഇടയ്ക്കിടയ്ക്കൊന്ന് നമുക്ക് ഇളക്കിയും കൊടുക്കണം. അപ്പോൾ ആവിയിലിരുന്ന് വേകുന്നതിന് വേണ്ടി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഇടയ്ക്കിടയ്ക്ക് ഈ ക്യാബേജ് ഒന്ന് ഇളക്കിയും കൊടുക്കണം. നമ്മളെല്ലാം ഒരുപോലെ ഒന്ന് വേകുന്നതിന് വേണ്ടി ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഇനിയും ഒന്ന് അടച്ച് വെക്കണം. അടച്ച് വെച്ച് ക്യാബേജും ഇത് സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്തതിന് ശേഷമാണ് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. ക്യാബേജും സവാളയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്യാബേജൊക്കെ ഇങ്ങനെ സൈഡിലോട്ടൊന്ന് ഒതുക്കി വെച്ചിട്ട് ഇതിൻ്റെ നടുക്ക് ഭാഗത്ത് 2 മുട്ട നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ നടുക്ക് ഭാഗത്ത് ഇങ്ങനെ ഇതുപോലെ മുട്ട ഒഴിച്ചിട്ട് ഒന്ന് ചിക്കി കൊടുക്കാം. ഇതുപോലെ 2 മുട്ട കൂടി ചേർത്ത് ക്യാബേജ് തോരൻ തയ്യാറാക്കുമ്പോൾ വളരെ ടേസ്റ്റിയാണ്. ഇതുപോലെ തയ്യാറാക്കിയിട്ടുള്ള കൂട്ടുകാർ കമൻറ്റ് ചെയ്യണം. തയ്യാറാക്കിയിട്ടില്ലാത്തവർ എന്തായാലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയിട്ട് കമൻറ്റ് ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വളരെ ടേസ്റ്റിയാണ്. ഇനി നമുക്ക് അടയ്ക്കേണ്ട, ഇത് തുറന്ന് വെച്ച് തന്നെ ഒരു കുറച്ച് നേരം കൂടി ഒരു 10 മിനിറ്റ് കൂടി നമുക്കിത് തുറന്ന് വെച്ച് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മുട്ടയും ഈ ക്യാബേജ്
എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് ഈ ക്യാബേജിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വരണം. നല്ല വൈറ്റ് കളറൊന്നും മാറി ഒരു ബ്രൗൺ കളർ പോലെ ആയി വരണം. അപ്പോഴാണ് ക്യാബേജിന് കുറച്ചുകൂടി ടേസ്റ്റ് വരണത്. അപ്പോൾ ഇതുപോലെ തുറന്ന് വെച്ചിട്ട് അല്പനേരം കൂടി നമുക്ക് നല്ലതുപോലെ ഈ മുട്ടയും എല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. വളരെ രുചികരമായി ഈ ക്യാബേജ് തോരൻ കൂട്ടുകാർ തയ്യാറാക്കി നോക്കണം. കുട്ടികൾക്കും നമുക്കും എല്ലാവർക്കും വളരെ ഇഷ്ടമാകും. അത്രയും രുചികരമാണ് ഈ മുട്ട കൂടി ചേർത്തിട്ടുള്ള സ്പെഷ്യൽ ക്യാബേജ് തോരൻ.